സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2021 ജനുവരി 6. വാർത്തകൾ വായിക്കുന്നത് അബിത റോസ്റ്റോ. ഇന്നത്തെ പ്രധാന വാർത്തകൾ: നാട് മുറിക്കാതെ വൈറ്റില പാലം തുറന്നു. B4 കേരളക്കാർ അറസ്റ്റിൽ. വൈറ്റിലയിൽ വൻ ഗതാഗത കുരുക്ക്. കൊച്ചി: ഉദ്ഘാടനത്തിന് മുമ്പ് വൈറ്റില മേൽപ്പാലം തുറന്നത് നാണക്കേടായതോടെ സംഭവത്തിൽ 4 പേരെ കൊച്ചിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. B4 കൊച്ചി കോർഡിനേറ്റർ നിപുൺ ചെറിയാൻ, മറ്റ് ഭാരവാഹികളായ ആഞ്ചലോസ്, റാഫേൽ, സൂരജ് എന്നിവരാണ് അറസ്റ്റിലായത്. ഗൾഫ് പ്രതിസന്ധിക്ക് അന്ത്യം. GCC ഉച്ചകോടിയിൽ കരാർ ഒപ്പിട്ടു. ഖത്തർ ഉപരോധം പിൻവലിച്ചു. റിയാദ്: 3 വർഷത്തിലേറെയായുള്ള ഖത്തർ ഉപരോധം അവസാനിപ്പിക്കുന്ന ഗൾഫ് സഹകരണ കൗൺസിൽ GCC കരാറിൽ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ രാജ്യങ്ങൾ ഒപ്പുവെച്ചതോടെ ഇനി ഗൾഫ് ഒറ്റക്കെട്ട്. സൗദിയിലെ പൈതൃക നഗരമായ അൽ ഉലയിൽ ചേർന്ന ഉച്ചകോടിയിലാണ് ഗൾഫ് ഐക്യത്തിനും സ്ഥിരതയ്ക്കുമുള്ള കരാറായത്. ഒരുമിച്ചിരുന്നു മദ്യപിച്ചു. മധ്യവയസ്കനെ സുഹൃത്തുക്കൾ വെട്ടിക്കൊലപ്പെടുത്തി. തിരുവനന്തപുരം: പോത്തൻകോട് മധ്യവയസ്കനെ സുഹൃത്തുക്കൾ വെട്ടിക്കൊല്ലുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മദ്യപാനിക്കുന്നതിനിടയിലുണ്ടായ വാക്കുതർക്കത്തിനൊടുവിലാണ് 2 സുഹൃത്തുക്കൾ ചേർന്ന അയ്യൂരപ്പാറ സ്വദേശി രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയത്. സുഹൃത്തുക്കളായ അനിൽ, കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പോത്തൻകോടിനടുത്ത് അയ്യൂരുപ്പാറ ജംഗ്ഷനിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് കൊലപാതകം നടന്നത്. വാളയാർ പീഡനക്കേസ് പ്രതികളെ വെറുതെ വിട്ട ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കൊച്ചി: വാളയാർ പീഡനക്കേസിൽ പ്രതികളെ വിട്ടയച്ച വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കി. കേസിൽ പുനർവിചാരണ നടത്തണം. പുനരന്വേഷണം വേണമെങ്കിൽ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കുട്ടിയുടെയും അമ്മയുടെയും സർക്കാരിന്റെയും അപ്പീൽ കോടതി അംഗീകരിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കാം. 4 പ്രതികളും 20-ന് വിചാരണ കോടതിയിൽ ഹാജരാകണം. പോക്സോ കോടതി ജഡ്ജിമാർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. സന്തോഷയാത്രയിൽ ദുരന്തം മാടി വിളിച്ചു. തൃശൂർ: വടക്കാഞ്ചേരി പാർലിക്കാട് വ്യാസ കോളേജ് സ്റ്റോപ്പിൽ നടന്ന അപകടത്തിന്റെയും ദുരന്തത്തിന്റെയും ഞെട്ടൽ മാറിയിട്ടില്ല ചേലക്കര കാളിയ റോഡ് നിവാസികൾക്ക്. ദുബായിൽ ജോലി ചെയ്യുന്ന ചെമ്മനാംകുന്നേൽ വീട്ടിൽ ശശികുമാറിന്റെ മകൻ സനോജ് 22 അപകടത്തിൽപ്പെട്ടു മരിച്ചത്. മദ്യത്തിന് വില കൂട്ടാൻ ബെപ്കോ. തിരുവനന്തപുരം: സംസ്ഥാനത്ത് മദ്യവില വർദ്ധിപ്പിക്കാൻ ബിവറേജസ് കോർപ്പറേഷൻ നടപടി തുടങ്ങി. നിർമ്മാതാക്കളിൽ നിന്നും വാങ്ങുന്ന മദ്യത്തിന് അടിസ്ഥാന വിലയിൽ 7% വർധനയുണ്ടാകും. ബെപ്കോയുടെ തീരുമാനം സർക്കാർ ഉടൻ അംഗീകരിക്കുമെന്നാണ് സൂചന. ആനുപാതികമായി നികുതിയും കൂടുന്നതോടെ മദ്യത്തിന് ലിറ്റർ കുറഞ്ഞത് 100 രൂപയെങ്കിലും വർധന ഉണ്ടാകുമെന്ന് ഉറപ്പായി. നിയമസഭാ തെരഞ്ഞെടുപ്പ്. രാഹുലും പ്രിയങ്കയും കേരളത്തിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജോലി മുന്നിൽ കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് കോൺഗ്രസ്. ഇതിനുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡ് ആരംഭിച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജയസാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് സർവേ നടത്താനാണ് ഹൈക്കമാൻഡ് തീരുമാനം. വാക്സിൻ വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നത് അപമാനകരമെന്ന് ന്യൂഡൽഹി. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയതിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർക്ക് മറുപടിയുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. ഇത്തരം സുപ്രധാന വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നത് അപമാനകരമെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. കായലിലെ ചെളി നീക്കാൻ സാറ്റലൈറ്റ് സർവേ. പാവറട്ടി: നിറഞ്ഞുകിടക്കുന്ന കായലിലെ ചെളി നീക്കുന്നതിനായി സാറ്റലൈറ്റ് സർവേ നടത്തി. ഇടിയഞ്ചിറ മുതൽ കോന്നർ ബസർ വരെയുള്ള പാവറട്ടി പഞ്ചായത്തിലെ 1.5 കിലോമീറ്ററിലാണ് ഒരാഴ്ചയായി സർവേ നടത്തുന്നത്. 264 ഏക്കർ വരുന്ന പുഴയിൽ 1 മീറ്റർ ആഴത്തിൽ ചെളി നിറഞ്ഞു കിടക്കുന്നതായാണ് പ്രാഥമിക നിഗമനം. തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. സാമ്പത്തിക സെൻസസ് തീയതി നീട്ടി. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം നടത്തുന്ന 7ാം സാമ്പത്തിക സെൻസസ് പൂർത്തിയാകേണ്ട തീയതി നീട്ടി. മാർച്ച് 31 വരെയാണ് സെൻസസ് നീട്ടിയത്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംരംഭങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും കണക്കെടുപ്പ് കോവിഡ് മൂലം നടത്താൻ കഴിയാതിരുന്നതിനാലാണ് സെൻസസ് നീട്ടിയത്. പക്ഷിപ്പനി. ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു. തൃശൂർ: സംസ്ഥാനത്ത് താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. ജില്ലയിൽ പക്ഷിപ്പനിയെ സംബന്ധിച്ച് കർഷകർക്ക് ഭയാശങ്കകൾ അകറ്റുന്നതിന് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലാണ് കൺട്രോൾ റൂം തുറന്നത്. സ്ലീക്ക് മോഡുലാർ കിച്ചൺ ഷോറൂം ഈസ്റ്റ് ഫോർട്ടിൽ. തൃശൂർ: സ്ലീക്ക് ബൈ ഏഷ്യൻ പെയിന്റ്സിന്റെ തൃശൂരിലെ 2ാമത്തെ ഷോറൂം 7/1/2021 വ്യാഴാഴ്ച രാവിലെ 11:30 ഈസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്.
യൂട്യൂബ് ലൈവായി നിർവഹിക്കപ്പെടുന്ന ഈ ചടങ്ങ് ഏഷ്യൻ പെയിന്റ്സ് ഹോം ഇംപ്രൂവ്മെന്റ് ഡിവിഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രഗ്യാൻ കുമാറാണ് നിർവഹിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഷോറൂമിൽ സ്ലീക്കിന്റെ ഏറ്റവും നൂതനവും വ്യത്യസ്തവുമായ മോഡുലാർ കിച്ചൺ, ബെഡ്റൂം, വാർഡ്രോബ്, TV യൂണിറ്റ്, ക്രോക്കറി യൂണിറ്റ് മുതലായവ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടനം പ്രമാണിച്ച് നിശ്ചിത സമയത്തേക്ക് വൈവിധ്യമാർന്ന ഓഫറുകളും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.